അദാനിക്കെതിരായ അമേരിക്കൻ കോടതിയിലെ കുറ്റപത്രം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ഇന്നും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെട്ടേക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം മറ്റ് നടപടികളിലേക്ക് കടക്കാതെ തന്നെ അദാനി വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്ന് അടിയന്തര പ്രമേയത്തിന് കോൺഗ്രസ് എംപിമാർ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ സമ്പൽ സംഘർഷത്തിൽ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജ്യസഭയിലെ PV അബ്ദുൽ വഹാബ് MP അടിയന്തര പ്രമേയത്തിന് നോട്ടീസും നൽകിയിട്ടുണ്ട്. അർജുൻ പീതാംബരൻ നൽകും വിവരങ്ങൾ. അർജുൻ, അല്പസമയത്തിനകം പാർലമെന്റ് ചേരാൻ പോവുകയാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി അദാനി വിഷയം, കാരണം രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞല്ലോ, അദാനി വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഒരു മറുപടി പറയും വരെ ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കും. അതിനൊരു പ്ലാറ്റ്ഫോമായി പാർലമെന്റിനെ പ്രതിപക്ഷം കാണുകയാണോ? എന്തൊക്കെയായിരിക്കാം ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പോകുന്നത്? പ്രജേഷ്, പൂജ, ഇന്ന് തീർച്ചയായിട്ടും പാർലമെന്റ് പ്രക്ഷുബ്ധമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അദാനി വിഷയം മാത്രമല്ല, അദാനി വിഷയം, അതിനപ്പുറത്തേക്ക് സമ്പൽ സംഘർഷം, അതുപോലെ തന്നെ മണിപ്പൂർ കലാപം, ഈ 3 വിഷയങ്ങളിലാണ് പ്രധാനമായിട്ടും സഭ നിർത്തിവെച്ചുകൊണ്ടൊരു ചർച്ച വേണമെന്നുള്ള ആവശ്യപ്പെട്ട് അടിയന്തര പ്രമേയ നോട്ടീസ് പ്രതിപക്ഷ എംപിമാർ എല്ലാവരും നൽകിയിരുന്നത്. അത് കേരളത്തിൽ നിന്നുള്ള എംപിമാർ അടക്കം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഷാഫി പറമ്പിൽ MP, ബെന്നി ബെഹനാൻ, അതുപോലെ തന്നെ അബ്ദുൽ വഹാബ് ഉൾപ്പെടെ, കൊടിക്കുന്നിൽ സുരേഷ് MP അടക്കം ഈ അദാനി വിഷയത്തിൽ പാർലമെന്റിൽ സഭ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ നോട്ടീസ് രാജ്യസഭയിലായാലും ലോക്സഭയിലായിട്ടും നൽകിയിട്ടുള്ളത്. 11 മണിക്ക് തന്നെ പാർലമെന്റ് ആരംഭിക്കും. നേരത്തെ തിങ്കളാഴ്ച ആരംഭിച്ചപ്പോൾ തന്നെ കണ്ടതാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും അദാനി വിഷയത്തിൽ. ഈ അദാനി വിഷയം കൃത്യമായിട്ടൊരു മറുപടി അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുള്ള ആവശ്യം തന്നെയാണ് പ്രതിപക്ഷം വീണ്ടും ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നത്. അതിൽ നിന്നും രക്ഷപ്പെട്ടു പോകാനായിട്ട് സമ്മതിക്കില്ല. അത് കൃത്യമായിട്ടും സഭയിൽ ഉയർത്തുമെന്നുള്ള കാര്യം തന്നെയാണ്. ഈ പാർലമെന്റ് ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ